ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? വിനീതിൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിന് ഇവനൊരു 8,000 രൂപ കൊടുക്കാണ്ടായി. അപ്പോൾ അതിൽ തുടങ്ങിയിട്ടുള്ള പ്രശ്നമാണ്. എന്നായിട്ടൊരു പ്രശ്നമില്ല. അപ്പോൾ വിനീതേട്ടൻ ഇങ്ങനെ എന്നോട് പറഞ്ഞൊരു വീഡിയോ എനിക്ക് ഇടണമെന്ന് പറഞ്ഞ് അവൻ്റെ ഫേസ്ബുക്കിൽ ഇടണമെന്ന് പറഞ്ഞ് ഞാൻ എടുത്തിട്ട്. അപ്പോൾ ഇയാൾ വിനീത് പറയുന്ന കുറേയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് കുറച്ച് വൈറലായി ആ വീഡിയോ. വിനീതിൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി. ഒരു 3 ലക്ഷം പേരോളം കണ്ട് 1,500 എങ്ങാണ്ട് ഷെയർ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് അവന്. സെക്സ് റാക്കറ്റിലൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്. അതെ. അത് വിനീതേട്ടനായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്. എനിക്കിതൊന്നും അറിയില്ല. ഞാനത് വീഡിയോ ഇട്ടെന്നുള്ളത്. ഇപ്പോൾ അല്ല, 3 മാസമായിട്ടില്ലല്ലോ. ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യണത് പെണ്ണുങ്ങൾ അധികം ഉണ്ടാവില്ലായിരുന്നു. പെണ്ണുങ്ങൾ വന്നുകൊണ്ടിട്ടാണ് ഞാൻ അവൻ്റെ കൂടെ നിന്ന് വീഡിയോ ഒന്ന് മാറിയത്. ഇപ്പോൾ ഒരു 4 മാസമായിട്ട് ഇപ്പോൾ ഇല്ല. കാര്യം ലേഡീസിനെ വെച്ച് വീഡിയോ ചെയ്യാണ്ട് എനിക്ക് താല്പര്യമില്ല. കാര്യം നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഒരു ട്രാക്കിൽ പെടുമെന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ലേഡീസായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാണ്ട് എനിക്ക് താല്പര്യമില്ല. വേണമെങ്കിൽ നമ്മൾ ആണുങ്ങൾ വേണമെങ്കിൽ ചെയ്യുക, എന്തെങ്കിലും കോമഡി വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കൂല. അങ്ങനെ ലേഡീസ് വന്നുകൊണ്ടിട്ടാണ് അവൻ്റെ അടുത്ത് നിന്ന് ഞാൻ പോകുന്നത്. പക്ഷെ അത് പോകുന്നത് അവന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഇപ്പം എന്നെ ഭീഷണിപ്പെടുത്തണേണ്. അവനിപ്പോൾ പറഞ്ഞിട്ടില്ല, അവന് ജയിലിൽ പോകാൻ തയ്യാറാണ്. ഭീഷണിയൊക്കെയാണ് വന്നേക്കണം. ഇപ്പം ഞാൻ പേടിച്ചിരിക്കണേണ്. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പം ഇനിയിപ്പോൾ സ്റ്റേഷനിൽ ചെറിയൊരു പരാതി